ചരിത്രപരമായി കേരളത്തിലെ ഒരു പ്രധാന പട്ടണമായ കൊടുങ്ങല്ലൂർ നൂറ്റാണ്ടുകളായി വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും പ്രധാന കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീരദേശ നഗരം ദക്ഷിണതാമത്ത വ്യാപാരം, പുരാതന സമുദ്ര വ്യാപാരം, വിവിധ മതങ്ങളുടെ വരവ്, ശക്തമായ രാജവംശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ളതാണ്. കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും പ്രാചീനമായ പേര് മുച്ചിരി എന്നാണ്. അക്കാലത്ത് ഏറ്റവും വലിയ തുറമുഖം അഥവാ മുന്തിയ ചിറ അഥവാ മുന്തിയ തുറൈ, മുതുനീർ, മുന്തുറൈ എന്നൊക്കെയാണ് പഴം തമിഴ് പാട്ടുകളിൽ വിവരിക്കപ്പെടുന്നത്. വിദേശീയർ ഇതിനെ മുസിരിസ് എന്ന് വിളിച്ചു. സംഘകാല കൃതികളിൽ ഇത് മുച്ചിരിപട്ടണമായും കുലശേഖരന്മാരുടെ കാലത്ത് മഹോദയപുരം എന്നും തമിഴർ മഹോദയ്, മഹോദേവർ പട്ടിണം എന്നുമെല്ലാമാണ് വിളിച്ചിരുന്നത്. പഴയകാലത്തെ തുറമുഖമായിരുന്ന മുസിരിസ് കൊടുങ്ങല്ലൂരായിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നു. 1945-ലും 1967-ലും നടന്ന ഗവേഷണങ്ങളിൽ നിന്നും 12-ാം നൂറ്റാണ്ടിലെ തെളിവുകൾ ലഭിച്ചു. തമിഴ് സംഘസാഹിത്യത്തിലെ മുഴിരിയും ജൂതശാസനത്തിലെ മുയിരിക്കോടും കൊടുങ്ങല്ലൂർ തന്നെ എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആദിചേരന്മാരുടെ ആസ്ഥാനമായിരുന്നു മുച്ചിരി അഥവാ കൊടുങ്ങല്ലൂർ. ഇവരിൽ പ്രസിദ്ധനായിരുന്നു ചേരൻ ചെങ്കുട്ടുവൻ. മുച്ചിരി ആസ്ഥാനമാക്കി കടൽ കൊള്ളക്കാരിൽ നിന്നും അക്കാലത്തെ കപ്പൽ വ്യാപാരങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരവധി യുദ്ധങ്ങൾ ജയിച്ച മഹാരാജാവായിരുന്നു അദ്ദേഹം. പശ്ചിമഘട്ടത്തിനപ്പുറം കൊങ്ങുനാട്ടിലെ കരൂരും ചേരന്മാർക്കു തലസ്ഥാനമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരും കരൂരും തമ്മിൽ നദീമാർഗമുള്ള യാത്ര അന്ന് നിലവിലുണ്ട്. അക്കാലത്ത് കൊടുങ്ങല്ലൂർ അതിസമ്പന്നമായ നാടായിരുന്നു എന്നും ചില കൃതികളിൽ സൂചനയുണ്ട്. കേരളവുമായി റോമാക്കാരും ഈജിപ്ത്യരും യവനരും കൊല്ലവർഷാരംഭത്തിന് 1000 വർഷം മുന്നേ തന്നെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കാണാം. കേരളത്തിൽ നിന്നും കൂടുതലായി കുരുമുളകാണ് അവർ വാങ്ങിയിരുന്നത്. അറബിനാട്ടിൽ നിന്നും പ്രധാനമായും കുതിരകളെയും ഇറക്കുമതി ചെയ്തിരുന്നു. ക്രിസ്തുവർഷം 225 ആയപ്പോൾ റോമാക്കാരുടെ പ്രധാന വാണിജ്യ സങ്കേതമായി മുസിരിസ് പരിണമിക്കുന്നു. റോമാക്കാരുടെ വക അഗസ്റ്റസിന്റെ ദേവാലയവും 2000-ഓളം വരുന്ന സ്ഥിരം പട്ടാളക്കാരുടെ കേന്ദ്രവും അവർ ഇവിടെ പണിഞ്ഞു എന്ന് ടോളമിയും സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 40 മുതലുള്ള നീറോ ചക്രവർത്തിയുടെ കാലം വരെ വ്യാപാരങ്ങൾ സമൃദ്ധമായി നടന്നിരുന്നു. എന്നാൽ ക്രിസ്തുവർഷം 217-ഓടെ കറക്കുളയുടെ കാലത്ത് വ്യാപാരബന്ധങ്ങൾ തീരെ ഇല്ലാതാവുകയും പിന്നീട് ബൈസാൻഡിയൻ കാലത്ത് വീണ്ടും പച്ചപിടിക്കുകയും ചെയ്തു. അക്കാലത്തെല്ലാം ഇത് തമിഴ് ചേരരാജാവായിരുന്ന കേരബത്രാസിന്റെ ഭരണത്തിന് കീഴിലാണ്. ഇവരുടെ സാമന്തന്മാരായി പലരും ഇവിടം നോക്കി നടത്തിയിരുന്നു. മേൽപ്പറഞ്ഞവ കൂടാതെ ആനക്കൊമ്പ്, പട്ടുതുണികൾ, വെറ്റില, അരയ്ക്ക, ആമത്തോട് എന്നിവയും ഇവിടെ നിന്ന് കയറ്റി അയച്ചതായും ചരിത്രത്തിൽ കാണാം. കൊടുങ്ങല്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും ചേര തലസ്ഥാനമായ കരൂരിലേക്കും വർത്തഗതാഗതച്ചാലുകൾ അക്കാലത്തുണ്ട്. മണിമേഖല എന്ന സംഘകാലം കൃതിയിൽ ചേരർ മധുരയിലേക്ക് നടത്തിയിരുന്ന യാത്രയെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അടുത്തുള്ള മറ്റൊരു തുറമുഖമായിരുന്നു തിണ്ടിസ്. ഇവിടെ നിന്നും വളരെയധികം ചരക്കുകൾ കയറ്റി അയക്കപ്പെട്ടിരുന്നു. മുസിരിസ് തുറമുഖം 1341-ൽ പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അഴിമുഖത്ത് മണൽ വന്നു നിറഞ്ഞ് ഉപയോഗശൂന്യമായി. പിന്നീട് വന്ന 2-ാം ചേരരാജാക്കന്മാർ നേരിട്ട് ഭരണം നടത്താതെ നാടുവാഴികളെക്കൊണ്ടും മറ്റും ഭരണം നടത്തുകയാണുണ്ടായത്. തുടർന്നു വ്യാപാര ബന്ധങ്ങൾ മുറിഞ്ഞതോടെ അപ്രസക്തമായ ഇവിടം പിന്നീട് ചേര രാജാക്കന്മാരുടെ സാമന്തന്മാർ കുലശേഖരൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച് ഭരണം തുടർന്നിരിക്കാം എന്നും വിശ്വസിക്കുന്നു. ചോളന്മാരുടെ ആക്രമണങ്ങളെ തുരത്താൻ ചാവേറ്റുപടയെ സൃഷ്ടിച്ച അവസാനത്തെ കുലശേഖരനായിരുന്നു രാമവർമ്മ കുലശേഖരൻ. ഇദ്ദേഹം പിന്നീട് കൊല്ലം ആസ്ഥാനമാക്കി പുതിയൊരു രാജ്യം ആരംഭിക്കുകയും പിൽക്കാലത്ത് വേണാട് എന്നറിയപ്പെടുകയും ചെയ്തു. ഒടുവിലത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഹജ്ജിനു പോവുകയും ചെയ്തു എന്നും ഐതിഹ്യമുണ്ട്. പ്രവാചകന് ശേഷം കേരളത്തിലെത്തിയ മാലിക് അബ്നു ദിനാർ നിർമ്മിച്ച ചേരമാൻ ജുമാ മസ്ജിദ് അന്നത്തെ ചേര രാജാവിൻ്റെ കോവിൽ തന്നെയായിരുന്നു. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും കുരുമുളക് പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുമായി 1498-ൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ 1503-ൽ കൊച്ചി രാജാവിൻ്റെ സഹായത്തോടെ കോട്ടപ്പുറം, പള്ളിപ്പുറം എന്നിവിടങ്ങളിൽ കോട്ടകൾ പണിതു.
മറ്റു രാജ്യക്കാരും കടൽ കൊള്ളക്കാരെയും പ്രതിരോധിക്കാനായിരുന്നു ഇത്. ഇതിന് നേതൃത്വം നൽകിയത് വാസ്കോ ഡ ഗാമ എന്ന പ്രസിദ്ധ വൈസ്രോയിയാണ്. ഇത് 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരുടെ കയ്യിലായി. കൊച്ചിയെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച നെടുങ്കോട്ട ആരംഭിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. പിന്നീട് 1790-ൽ ടിപ്പു സുൽത്താൻ വളരെയധികം ശ്രമപ്പെട്ട് നെടുങ്കോട്ട പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ഏതാണ്ട് ഒരു പരിധിവരെ നശിപ്പിക്കുകയും ചെയ്തു. യഹൂദ കുടിയേറ്റം ഉണ്ടായതിനു ശേഷം വളരെക്കാലം യഹൂദരുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാളയിൽ യഹൂദരുടെ കുടിയിരുപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയുള്ള യഹൂദശ്മശാനം മറ്റൊരു സംരക്ഷിത സ്മാരകമാണ്. 1565-ൽ യഹൂദന്മാർ പോർച്ചുഗീസുകാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ ഇവിടം വിട്ട് കൊച്ചിയിലേക്ക് പോയി. ഈ കുടിമാറ്റത്തിന് ശേഷമാണ് മട്ടാഞ്ചേരിയിലെ പ്രസിദ്ധമായ ജൂത സിനഗോഗ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തീയ ചരിത്രത്തിൽ പ്രമുഖസ്ഥാനമുള്ള ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത് കൊടുങ്ങല്ലൂരിന് തെക്കാണ്. ഇക്കാലത്ത് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തിലായിരുന്നു. കേരളത്തിലെ മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയിലേക്ക് ചേർക്കാൻ ഈ സുന്നഹദോസിന് സാധിച്ചു. ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ സെന്റ് തോമസ് കേരള മണ്ണിൽ കാൽകുത്തിയ കൊടുങ്ങല്ലൂരിന് സമീപമുള്ള അഴീക്കോടാണ് കേരളത്തിലെ ആദ്യ ക്രൈസ്തവ ദേവാലയമായ മാർത്തോമാ പൊന്തിഫിക്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചരിത്ര പ്രാധാന്യത്തിന് പുറമെ മതപരമായി പ്രമുഖ സ്ഥാനമുള്ള ഈ ദേവാലയത്തിൽ കേരളത്തിൽ അങ്ങോട്ടുമിങ്ങോളമുള്ള വിശ്വാസികൾ എത്താറുണ്ട്. കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം ഇവിടെയുള്ള അതിപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. 1200 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് കാളി ദേവിയുടെ ശക്തമായ രൂപമായ കാളികയാണ് പ്രധാന ദേവത. കേരളത്തിലെ മറ്റു 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായ ഈ മഹാക്ഷേത്രം ശ്രീ ഭദ്രകാളിയുടെ മൂലകേന്ദ്രവും തെക്കേ ഇന്ത്യയിലെ ശക്തി ഉപാസകരുടെയും ദേവി ഭക്തരുടെയും ഒരു പുണ്യകേന്ദ്രവും കൂടിയാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കൊടുങ്ങല്ലൂരമ്മയുടെ അംശമായി കണക്കാക്കപ്പെടുന്നു. സംഘകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പണിതത് ചേരൻ ചെങ്കുട്ടുവനാണ്. പത്തിനിക്കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത്. കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതിനാൽ തന്നെ ഇതിന്റെ പ്രതിഷ്ഠ ചടങ്ങുകളിൽ സിലോണിലെ ഗജബാഹു ഒന്നാമൻ അടക്കം പല പ്രമുഖ രാജാക്കന്മാരും പങ്കെടുത്തിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇൻഫ്രാസ്ട്രക്ചർ, ഇക്കണോമി, ടൂറിസം, സംസ്കാരം, വിദ്യാഭ്യാസം, പൈതൃക സംരക്ഷണം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലുടനീളം കൊടുങ്ങല്ലൂർ ഗണ്യമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായി. പുരാതന കാലത്തെ ചരിത്രപരമായ വ്യാപാര കേന്ദ്രമായിരിക്കുന്നതിൽ നിന്ന് ഇന്നത്തെ പ്രധാന നഗരമാകുന്നതിലേക്കുള്ള വലിയ ചുവടുവെപ്പ് കണക്കിലെടുത്ത് കൊടുങ്ങല്ലൂരിനെ പൈതൃക ടൂറിസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കുന്നു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ആസൂത്രിതമായ നഗരവൽക്കരണത്തിലേക്കും വ്യാവസായിക വളർച്ചയിലേക്കും ചരിത്രപരമായ അവശേഷിപ്പുകളുടെ പുനരുജ്ജീവനത്തിലേക്കുമുള്ള മുന്നേറ്റം അടയാളപ്പെടുത്തുന്നതാണ്. ഇത് നഗരത്തെ സാമൂഹികവും സാമ്പത്തികവുമായ ലാൻഡ്സ്കേപ്പിലെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് കൊടുങ്ങല്ലൂർ ഒരു ചരിത്രപരമായ നിധിയാണ്. പണ്ഡിതന്മാരെയും പുരാവസ്തു ഗവേഷകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന മനോഹരമായ നഗരം. ശാസ്ത്രീയ പഠനങ്ങളും ഗവേഷണങ്ങളും മുസിരിസിന്റെ നഷ്ടപ്പെട്ട പഴയ ചരിത്രം വെളിപ്പെടുത്തുന്നത് തുടർന്നു പോരുന്നു. കേരള സർക്കാർ സംരംഭമായ മുസിരിസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി നഗരത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യം പ്രദർശിപ്പിക്കുകയും പുരാതന ക്ഷേത്രങ്ങളും പള്ളികളും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല വൈവിധ്യമാർന്ന ഉത്സവങ്ങളും സാംസ്കാരിക കലാപരിപാടികളും ഇതിന്റെ പാരമ്പര്യത്തെ ജീവനോടെ നിലനിർത്തുന്നു. നൂറ്റാണ്ടുകളായി മേഖലയുടെ സ്വത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന കേരളത്തിലെ ചരിത്രപരവും സാംസ്കാരികവുമായ സമൃദ്ധിയുടെ ഒരു ചിഹ്നത്തിന്റെ പ്രതീകമായി കൊടുങ്ങല്ലൂർ ഇന്നും തുടരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തും.